ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ധനുഷ് ട്യൂബിലെ ഒരു പൊളപ്പം വീട്ടിലേക്ക് സാർ. നിങ്ങളിപ്പോൾ ഈ ബാറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഈ ബാറ്റിനെ കുറിച്ചുള്ള ഏതെങ്കിലും വീഡിയോ ആയിരിക്കും. യെസ് ഗൈസ്, ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഗൈസ് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴത്തേനും ആ വീഡിയോയ്ക്ക് ഞാൻ എൻ്റെ ബാറ്റിൻ്റെ ഇത് നൂലൊക്കെ കെട്ടിയേക്കുന്ന പോലെ ആയിരിക്കും. ഈ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അതേ നൂല് കെട്ടിയ പോലെ, അതായത് നൂല് എന്തെങ്കിലും ചരട് എന്തോ കെട്ടിയ പോലെ ആയിരിക്കും നിങ്ങളതിനെ കണ്ടിട്ടുണ്ടാകുക. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അതേ നൂല് കെട്ടിയ പോലെ എന്തോ ആയിരുന്നു നിങ്ങൾ കണ്ടായിരുന്നത് ഗൈസ്. അപ്പോഴത്തേനും അത് മാറ്റി ഞാനിപ്പോൾ പുതിയ സെറ്റിങ്സൊക്കെ പുതിയ ഇതാക്കി കൊണ്ടുവന്നു ഗൈസ്. പുതിയതായിട്ട് അടിപൊളി കിടുക്കാച്ചായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മളെ ആ ഒരു ബാറ്റ് പൊളപ്പനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഞാനിന്ന് ഇടാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ സംഭവം സെറ്റാക്കി. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബാറ്റ് ഗൈസ്. ഇതിൻ്റെ നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. കാണാമോ ഗൈസ്? ഓക്കെ, കാണാമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും ഗൈസ്. ഇപ്പോൾ വരാവേ. ഗൈസ്, നിങ്ങൾക്കപ്പോൾ ഈ ബാറ്റയിൽ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ, ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാമായിരിക്കും. എൻ്റെ ഈ ഒരു ബാറ്റ് ഈ സൈഡ് ഗൈസ്. ഓക്കെ, അത് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്റിൻ്റെ സൈഡ് ഓക്കെ. അപ്പോൾ ഈ ബാറ്റിൻ്റെ സൂക്ഷിച്ച് നോക്കി ഈ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇവിടെ ഇത് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ല വന്നേക്കുന്നത്, റിയൽ ക്രിക്കറ്റ് ബാറ്റിൻ്റെ പോലെ ഇങ്ങനെ വന്നേക്കുന്നത്. പിന്നെ അത് ഈ ഒരു ഹാൻഡിൽ കണ്ടോ, ഇത് മറ്റേ നമ്മുടെ സൈക്കിൾ ട്യൂബില്ലേ, അത് മറ്റേ ഇതിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാപ്പ് അടിച്ചേക്കണം. സ്റ്റാപ്പ് അടിച്ചിട്ട് ഫെവിക്വിക്ക് അടിച്ചേക്കാണ് ഗൈസ്. ഇത് കണ്ടോ, സ്റ്റാപ്പും ഫെവിക്വിക്കും കൂടെ ചെയ്തേക്കണം. ഈ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ അച്ഛൻ പ്ലാവിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കി തന്നെയാണ്. എന്നിട്ട് പ്ലാവിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കി തന്നെയാണ്. അനിയൻ ഉണ്ടാക്കി കൊടുത്തതാണ്. അവന് ഇത് വേറെ രീതിയിലായിരുന്നു, നിങ്ങൾ കണ്ടപ്പോൾ വേറെ രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ എനിക്കിത് ഇതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ വേറെ രീതിയിലായിരുന്നു. ഈ ഹാൻഡിൽ ഈ ഒരു ഹാൻഡിലല്ല, ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ലായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാനത് ഇങ്ങനെ ഷേപ്പാക്കിയത് ഇവിടെ ഇങ്ങനെ ഇതാക്കിയതാണ് ഗൈസ്. ഓക്കെ, അപ്പോഴത്തേനും ഈ ഒരു വീഡിയോ ഷോർട്ടായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ ഈ ഒരു ബാറ്റിനെ കുറിച്ചാണ്. ഞാൻ എപ്പോഴത്തേനും ഇത് ആർക്കെങ്കിലും ഈസി ആയിട്ട് ബാറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോക്കാമെന്നാണ്. ഈ ഒരു വീഡിയോ ഇത് പ്ലാവിൻ്റെ ഇത് ഉരുളൻ തടിയാണ്. അതിൽ ഉരുളൻ തടി ഞാൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ റബ്ബർ പോലത്തെ ഉരുളൻ തടി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നു. ഉരുളൻ തടി എന്ന് മനസ്സിലാക്കാത്ത നിങ്ങൾ അച്ഛന്മാരോടോ ഗ്രാൻഡ് ഫാദേഴ്സിനോടോ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ എന്താ ഉരുളൻ തടി. ഉരുളൻ തടിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതല്ല, ഇത് റിയൽ ബാറ്റ് പോലെ വരും. ഇപ്പം അത്യാവശ്യം റിയൽ ബാറ്റ് തന്നെയാണ്, റിയൽ ബാറ്റ് പോലെ തന്നെയാണ്. പക്ഷെ അത്ര ഫിനിഷിങ് കുറവാണ്. ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ കൊണ്ടുപോയി ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഫിനിഷിങ് ഒക്കെ കുറവാണ്. പക്ഷെ അത്യാവശ്യം റിയൽ ബാറ്റൊക്കെ പോലെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ബാറ്റ് ഉണ്ടാക്കാം. അല്ലാതെ നിങ്ങൾ 10,000-100,000 രൂപ ഒക്കെ കൊടുത്ത് ഈ കടയിലൊക്കെ വെറുതെ മേടിച്ച് അതൊക്കെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ട് വെറുതെ പൈസ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബാറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു മരവും കുറച്ച് സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സൈക്കിൾ ട്യൂബും ഗ്രൈൻഡറും പിന്നെ അതേപോലെ ഉളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് അവിടെ മരം കുത്തി പൊട്ടിക്കുന്ന സാധനമാണ് ഉളിയും ചുറ്റികയും ഒക്കെ ഉണ്ടെങ്കിൽ, ഹാമറും ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ബാറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഗ്രൈൻഡർ ഞാൻ ഏറ്റവും ആവശ്യമായിട്ട് വേണം. കാരണം ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഗ്രൈൻഡ് ചെയ്ത് ഷേപ്പ് ആക്കണമെങ്കിൽ ഗ്രൈൻഡർ മാക്സിമം എന്തായാലും ഗ്രൈൻഡർ നമുക്ക് വേണം. പിന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ബാർ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റിയൽ മേടിച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സൈക്കിൾ ട്യൂബ് അടിച്ചിട്ട് ഇവിടെ സ്റ്റാപ്പ് ചെയ്യേണ്ടവർക്ക് നമുക്ക് വേണമെങ്കിൽ കെട്ടിവെക്കുന്ന ഒരു ബോറായിരിക്കും. പശ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എന്താ പറയുക, ഞാൻ പശ വെച്ചിട്ട് വെക്കാം. അതല്ല വഴിയൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ സ്റ്റാപ്പോ ചെയ്ത് വെക്കാം. ഞാൻ കട്ടിക്ക് വേണ്ടി സ്റ്റാപ്പ് ചെയ്ത് വെച്ചാണ്. അതായത് ഇത്രയുള്ള
ഓക്കെ, ഇത്രയുള്ള ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പറ്റിയ. ഇന്ന് എൻ്റെ അങ്കിളും ആൻറ്റിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ പെട്ടെന്ന് ഇട്ടതാണ്. എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും അവരൊക്കെ വീട്ടിൽ നിന്ന് കുമരകാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ അവിടുന്ന് വരുന്നുണ്ട്. എന്നാണ് ഇവിടെ ചുമ്മാ ഇവിടെ ഒന്ന് വരുന്നതാണ്. ഇവിടെ അവർ കുറേ ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ചുമ്മാ ഒന്ന് ഓണത്തിന് മുമ്പൊന്ന് വരുന്നതാണ്. അപ്പോൾ തന്നെ അവരൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ട് ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. It's my dance tube signing out.